റൈറ്റ്, ഞാൻ വീണ്ടും രഞ്ജിത്തിലേക്ക് തന്നെ എത്തുന്നു. രഞ്ജിത്ത്, മിഥുനിലേക്ക് എത്താം സത്യപ്രതിജ്ഞയുടെ മറ്റ് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വളരെ ഇനി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പലതവണ താൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുകയില്ല, തനിക്ക് സിനിമ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുമ്പോഴും താൻ ഇതാ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ആ രീതിയിലേക്ക് കടക്കും എന്ന് ആവർത്തിച്ച സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിസഭയിൽ എത്തും എന്നുള്ളൊരു ഉറപ്പ്. ദക്ഷിണേന്ത്യയിലെ കൂടി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വകുപ്പുകൾക്കാണ് താൻ ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ 10ഓളം വകുപ്പുകളുടെ ഏകോപനമാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു സാഹചര്യം. ഏത് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളത് സംബന്ധിച്ച് വളരെ നേരത്തെയാണ് നമുക്കത് ചോദിക്കാൻ കഴിയുന്നത്. എങ്കിലും അതിലൊരു വ്യക്തമായ ഒരു ചിത്രം BJP സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ ഒക്കെ നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ടോ? അപർണ, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ, അതായത് ഈ 3 പേർ മാത്രമാണ്, അതായത് അമിത് ഷാ, നരേന്ദ്രമോദി, JP നഡ്ഡ, ഈ 3 പേർക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ഉള്ളത്. ഒരുപക്ഷേ ഈ സമയത്ത് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായി കാണാം എന്ന് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം അത് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹമോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഫോൺ എടുക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ തലേദിവസം സുരേഷ് ഗോപിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് ജയിച്ച ശേഷം വൈകുന്നേരവും സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം പങ്കുവച്ച ഒരു വികാരം, താൻ 2 വർഷത്തേക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്കില്ല. കാരണം അദ്ദേഹം നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ അദ്ദേഹം കമ്മിറ്റ് ചെയ്ത 6ഓളം ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്, മറ്റൊന്ന് ഗോകുലം ഗോപാലിന്റെ ഒരു വലിയ പ്രൊഡക്ഷനാണ്. അത്തരത്തിലുള്ള അദ്ദേഹത്തിന് സാമ്പത്തികമായി അദ്ദേഹത്തിന് തന്നെ ഗുണങ്ങൾ, കാരണം അദ്ദേഹം പറയുന്നുണ്ട് എപ്പോഴും ഈ സിനിമയാണ് എന്റെ ജീവനോപാധി എന്നുള്ളതും താൻ ചെയ്യുന്ന പല ഈ സേവന പ്രവർത്തനങ്ങൾക്കുള്ള പണം കിട്ടുന്ന സിനിമയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ അദ്ദേഹം ജീവിക്കാനുള്ള വരുമാനം വേണം എന്നാണ് ഒരു തവണ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കേന്ദ്രമന്ത്രി പദം എന്ന് പറയുമ്പോൾ അതൊരു സേവനമാണ്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു പ്രതിഫലം മാത്രമാണ്, ചെറിയ പ്രതിഫലം മാത്രമാണ് കിട്ടുന്നത്. അദ്ദേഹം അത് മാറി നിൽക്കാൻ പലതവണ നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നില്ല, കേന്ദ്രമന്ത്രി ആവുന്നില്ല. രാവിലെയും സംസാരിക്കുമ്പോൾ അദ്ദേഹം പോകുന്നില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷെ അപ്പോഴും നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം അതിന് തയ്യാറായതും. ഒപ്പം ഈ ഫ്ലൈറ്റില് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റ്, അത്തരത്തിൽ വളരെ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡൽഹിയിലെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ അതിന് സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള അഭ്യർത്ഥനയും തന്റെ മന്ത്രിസഭയിൽ, 3ാം മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകണം എന്നുള്ള സ്നേഹവും പ്രകടിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ തയ്യാറായെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും വകുപ്പ് സംബന്ധിച്ച് യാതൊരു സൂചനയും അദ്ദേഹം പങ്കുവെക്കുന്നില്ല. നമ്മൾ അല്പം മുമ്പും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി സംസാരിച്ചിരുന്നു, പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അപ്പോഴും ഈ ജോർജ് കുര്യന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമാണ് കാര്യങ്ങൾ. കേരളത്തിലെ BJP നേതാക്കൾക്ക് പോലും കൃത്യമായി ധാരണയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അവർക്ക് പോലും വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ തരത്തിലും ഈ ഗോപ്യമായ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ 2-3 മണിക്കൂർ കാത്തിരുന്നാൽ അപർണ, സുരേഷ് ഗോപിയുടെ വകുപ്പ് സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പദവി സംബന്ധിച്ചുമുള്ള കൃത്യമായ വിവരം കിട്ടും. ഒരുപക്ഷെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി അദ്ദേഹം, അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭ്യമാകുന്നത് ക്യാബിനറ്റ് റാങ്കിൽ തന്നെ സുരേഷ് ഗോപി ഇത്തവണ തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇനി ഉറ്റുനോക്കാൻ അധികം മണിക്കൂറിന്റെ ആവശ്യമില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകുമോ, ഏത് വകുപ്പായിരിക്കും സുരേഷ് ഗോപിക്ക് നൽകുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി ഉറ്റുനോക്കാനുള്ളത്. ജോർജ് കുര്യൻ കൂടി കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നു എന്നും സ്ഥിരീകരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ BJP നേതാക്കന്മാർക്കും കൂടുതൽ വലിയ പദവികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കൈനിറച്ച് നൽകുകയാണ് BJP കേരളത്തിന് എന്നുള്ള സൂചനകൾ കൂടി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു കേന്ദ്ര നേതൃത്വം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. തിരികെ എത്താം.